എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSR ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഓർ ഹിസ്റ്ററി ഓഫ് CSR ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ എന്തെന്നുള്ളതാണ്. ഇതിൻ്റെ മുമ്പത്തെ CSRുമായി ബന്ധപ്പെട്ടതും അല്ലാതെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മുഴുവൻ വീഡിയോൻ്റെയും ലിങ്കുകൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെയും മറ്റു സബ്ജക്റ്റുകളുടെയും വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് CSR ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ എന്നുള്ളത് നോക്കാം. CSR ഇൻ ഇന്ത്യ ഹാസ് ട്രഡീഷണലി ബീൻ സീൻ ആസ് എ ഫിലോന്തറോഫിക് ആക്ടിവിറ്റി. ഇന്ത്യയിലെ CSR ആക്ടിവിറ്റീസിനെ നമ്മൾ കാണപ്പെടുന്നത് ഒരു ഫിലോന്തറോഫിക് ആക്ടിവിറ്റി ആയിട്ടാണ്, മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ ഹാസ് ദ വേൾഡ്സ് റിച്ചസ്റ്റ് ട്രഡീഷൻ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ളത് ഇന്ത്യക്കാണ്. The term CSR may be relatively new to India, but the concept dates back to Mauryan history. ഈ CSR എന്നുള്ള പദം ഒരുപക്ഷെ ഇന്ത്യക്ക് പുതിയതാവാം, പക്ഷെ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് അതിനകത്ത് പറയുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ്. നമ്മുടെ മൗര്യൻ ഹിസ്റ്ററി തൊട്ട് ചരിത്രകാലം മുതൽക്കേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. വേറെ ഫിലോസഫേഴ്സ് ലൈക്ക് കൗഡില്യ എംഫസൈസ്ഡ് ഓൺ എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വൈൽ കണ്ടക്ടിങ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള എത്തിക്കൽ പ്രാക്ടീസസിനെ കുറിച്ച്, സദാചാരപരമായിട്ടുള്ള ശീലങ്ങൾ, രീതികളെക്കുറിച്ച്, തത്വങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൗഡില്യ പോലത്തെ ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്. CSR has been informally practiced in ancient times in form of charity to the poor and disadvantaged. പാവപ്പെട്ടവർക്ക് അതുപോലെ തന്നെ പ്രയാസങ്ങളുള്ളവർക്കൊക്കെ തന്നെ ചാരിറ്റിയുടെ രൂപത്തിൽ പണ്ട് കാലം മുതൽക്കേ നമ്മൾ ഈ CSR പ്രാക്ടീസ് ചെയ്ത് വരുന്നവരാണ്. ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് ഹാവ് അറ്റ് സെവറൽ പ്ലേസസ് മെൻഷൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷെയറിംഗ് വൺസ് ഏർണിംഗ് വിത്ത് ഡിപ്രൈവ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഒരു സെക്ഷന്, ആ ഒരു വിഭാഗത്തിന് അവരവരുടെ ഏർണിങ്സിൽ നിന്നും ഒരു പങ്ക് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സിൽ, വേദങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് എ ഡീപ്പ് റൂട്ടഡ് കൾച്ചർ ഓഫ് ഷെയറിങ് ആൻഡ് കെയറിങ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവരെ കെയർ ചെയ്യുക എന്നതിൻ്റെ വളരെ ആഴത്തിലുള്ളൊരു കൾച്ചർ നമുക്ക് നേരത്തെ ഉള്ളതാണ്. We can understand that the history of CSR in India runs parallel to the historical development of India. ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനോട് സമാന്തരമായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ഈ CSRൻ്റെ ഹിസ്റ്ററിയും കൂടി ഇരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെയാണ് ഈ CSRും കൂടെ വളർന്നു വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The history of CSR can be broadly divided into 4 phases. ഇന്ത്യയിലെ CSRൻ്റെ ആ ഹിസ്റ്ററിയെ നമുക്ക് 4 സ്റ്റേജായിട്ട്, 4 ഫേസായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ the first phase of CSR was driven by noble deeds of philanthropists and charity. അപ്പോൾ നമ്മുടെ CSRൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വാസ് ഡ്രിവൺ ബൈ നോബിൾ ഡീഡ്സ് ഓഫ് ഫിലാന്തറോഫിസ്റ്റ് ആൻഡ് ചാരിറ്റി. ഫിലാന്തറോഫിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ചാരിറ്റിയുടെ ഒക്കെ മഹത്തായ പ്രവർത്തനങ്ങളാലാണ് ഡ്രിവൺ ചെയ്യപ്പെട്ടിരുന്നത്. അവരുടെ സേവനമാണ് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാമിലി വാല്യൂസ്, ട്രഡീഷൻസ്, കൾച്ചർ ആൻഡ് റിലീജിയൻ എലോങ് വിത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കൂടെ തന്നെയും ഓരോരുത്തരുടെയും ഫാമിലി വാല്യൂസ്, അതുപോലെ തന്നെ ട്രഡീഷൻസ്, നമ്മുടെ ആ ഒരു പാരമ്പര്യം, കൾച്ചർ, റിലീജിയൻ, ഇതൊക്കെയായിരുന്നു ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. ഇതുവഴിയൊക്കെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നോബൽ ഡീഡ്സൊക്കെ എല്ലാവരും ചെയ്തിരുന്നത്. Till 1850, 1850 വരേക്ക് the wealthy businessman shared their riches with the society by either setting up temples or religious institutions. 1850 വരേക്ക് ധനികരായിട്ടുള്ള ബിസിനസ്മാൻ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് ഷെയർ ചെയ്യുമായിരുന്നു സൊസൈറ്റിയിലേക്ക്. ഏതൊക്കെ രൂപത്തിൽ? ടെമ്പിൾസോ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം അത് ടെമ്പിളല്ലാതെ മറ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടല്ലോ, അവയൊക്കെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ അവരവരുടെ വെൽത്ത് ഷെയർ ചെയ്യുമായിരുന്നു. ഇൻ ടൈംസ് ഓഫ് ഫാമൻസ് മീൻസ് നമ്മുടെ ദാരിദ്ര്യം, എന്താ പറയുക, ക്ഷാമകാലങ്ങളിലൊക്കെ ദേ ഓപ്പൺ ദെയർ ഗ്രാനറീസ് ഫോർ ദ പൂവർ ആൻഡ് ഹംഗ്രി. പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കൊക്കെ അവരവരുടെ ധാന്യശാലകളൊക്കെ തന്നെ എന്ത് ചെയ്യുമായിരുന്നു, തുറന്നു കൊടുക്കുമായിരുന്നു. ദ അപ്രോച്ച് ടുവേർഡ്സ് CSR ചേഞ്ച്ഡ് വിത്ത് ദ അറൈവൽ ഓഫ് കൊളോണൽ
റൂൾ ഇൻ 1850 1850 നമ്മുടെ ഈ കൊളോണൽ റൂള് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അവരുടെയൊക്കെ തന്നെ വരവോടുകൂടി ഈ CSRനോടുള്ള നമ്മുടെ അപ്രോച്ച് എന്ത് ചെയ്തു മാറി എന്നുള്ളതാണ്. ഇൻ ദ പ്രീ ഇൻഡിപെൻഡൻസ് ഇറ നമ്മുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് മുമ്പ് ദ pioneers or propagators of industrialization also supported the concept of CSR. നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രൊപ്പഗേറ്റേഴ്സ് എല്ലാം തന്നെ അത് പ്രോത്സാഹിപ്പിച്ചവരെല്ലാം തന്നെ ഏതും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, CSRും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. In 1900s, the industrialist families like Tatas, Birlas, Modis, Godrej, Bajaj and Singhanias promoted this concept by setting up charitable foundations, educational and healthcare institutions and trusts for community development. 1900-കളിലൊക്കെ ഇൻഡസ്ട്രിയലൈസ്ഡ് ഫാമിലീസ്, വ്യാവസായിക കുടുംബങ്ങളായിട്ടുള്ള ടാറ്റ, ബിർള, മോഡീസ്, ഗോദ്രേജ്, ബജാജ്, അതുപോലെ സിംഗാനിയ ഇവരൊക്കെ തന്നെ ഈ ഒരു കോൺസെപ്റ്റിന് CSR എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. എങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്, എങ്ങനെയാണ് നടപ്പിലാക്കിയിരുന്നത്? ബൈ സെറ്റിംഗ് അപ്പ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻസ് ഒക്കെ തന്നെ സെറ്റപ്പ് ചെയ്തുകൊണ്ട്, അതുപോലെ എഡ്യൂക്കേഷണൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്തുകൊണ്ട്, ആൻഡ് ട്രസ്റ്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ട ട്രസ്റ്റുകളൊക്കെ തന്നെ സെറ്റപ്പ് ചെയ്തുകൊണ്ടൊക്കെ അവർ CSRനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ദ സെക്കൻഡ് ഫേസ് വാസ് ദ പീരിയഡ് ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടമായിരുന്നു. വെൻ ദ ഇൻഡസ്ട്രിയലിസ്റ്റ് വെർ പ്രഷറൈസ്ഡ് ടു ഷോ ദ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് അവരുടെ ഡെഡിക്കേഷൻ കാണിക്കാൻ ഇൻഡസ്ട്രിയലിസ്റ്റ് സമ്മർദ്ദത്തിലായ സമയമായിരുന്നു അത്. മഹാത്മാഗാന്ധി urged to the powerful industrialist to share their wealth for the benefit of the underprivileged section of the society. സമൂഹത്തിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മീൻസ് അടിസ്ഥാന സൗകര്യങ്ങളും മറ്റൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള വിഭാഗത്തിന് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസിനോട് അവരുടെ സമ്പാദ്യത്തിൻ്റെ വെൽത്ത് ഒരു പങ്ക് കൊടുക്കുന്നതിന്, ആ ഒരു വെൽത്ത് ഷെയർ ചെയ്യുന്നതിന് ഗാന്ധിജി അവരെ പ്രേരിപ്പിക്കുകയുണ്ടായി. ഹി ഗവ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം നൽകി. ദിസ് കോൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റിഷിപ്പ് ഹെൽപ്ഡ് ഇൻ ദ സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഇന്ത്യ. ഈ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയുടെ സോഷ്യോ എക്കണോമിക് ഗ്രോത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധി റിഗാർഡഡ് ദ ഇന്ത്യൻ കമ്പനീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ആസ് ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. ഗാന്ധി ഇന്ത്യൻ കമ്പനികളെയും വ്യവസായങ്ങളെയും റിഗാർഡ് ചെയ്തത്, പരിഗണിച്ചത് ഏത് രൂപത്തിലായിരുന്നു? ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ടെമ്പിൾസ് ആയിട്ടാണ് അവരെ കണ്ടിരുന്നത്. ഹി ഇൻഫ്ലുവൻസ്ഡ് ദ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ബിസിനസ് ഹൗസസ് ടു ബിൽഡ് ട്രസ്റ്റ്, കോളേജസ്, റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അദ്ദേഹം ഇൻഡസ്ട്രിയലിസ്റ്റിനെയും അതുപോലെ തന്നെ ബിസിനസ് ഹൗസുകളെയൊക്കെ തന്നെ പ്രേരിപ്പിക്കുകയുണ്ടായി. ടു ബിൽഡ് ട്രസ്റ്റ്, കോളേജ്, റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ട്രസ്റ്റുകൾ, കോളേജുകൾ, റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ തന്നെ ബിൽഡ് ചെയ്യുന്നതിന് ഈ പറയുന്നവരെ അദ്ദേഹം സ്വാധീനിക്കുകയുണ്ടായി, പ്രേരിപ്പിക്കുകയുണ്ടായി. ദിസ് ട്രസ്റ്റ് ഓൾസോ വർക്ക് ടു എൻഹാൻസ് സോഷ്യൽ റിഫോംസ് ലൈക്ക് റൂറൽ ഡെവലപ്മെൻറ്റ്, വിമൺ എംപവർമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഗ്രാമീണ വികസനം, സ്ത്രീ ശാക്തീകരണം, എഡ്യൂക്കേഷൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കാരങ്ങൾ, സോഷ്യൽ റിഫോംസ് വർദ്ധിപ്പിക്കുന്നതിന് കൂടെ വേണ്ടിയിട്ട് ഇത്തരം ട്രസ്റ്റുകൾ പ്രവർത്തിക്കുകയുണ്ടായി. ഇൻ ദ തേർഡ് ഫേസ് ഫ്രം 1960 to 1980, തേർഡ് ഫേസ് 1960 തൊട്ട് 1980 വരെയൊക്കെ ആയിരുന്നു. CSR വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എമർജൻസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ആ ഒരു കാലഘട്ടത്തിൽ തേർഡ് ഫേസിൽ ഈ CSRന് സ്വാധീനിക്കപ്പെട്ടത് എന്തായിരുന്നു? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളുടെ ആവിർഭാവമായിരുന്നു. അവ സ്ഥാപിക്കപ്പെട്ടത് എന്തിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു? ടു എൻഷുർ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ധനത്തിൻ്റെ ശരിയായ വിതരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. മീൻസ് ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ദ പോളിസി ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ഹൈ ടാക്സസ് ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ ദി പ്രൈവറ്റ് സെക്ടർ റിസൾട്ടഡ് ഇൻ കോർപ്പറേറ്റ് മാൽ പ്രാക്ടീസസ്. അപ്പോൾ എന്ത് ചെയ്യപ്പെട്ടു? ആ കാലഘട്ടങ്ങളിൽ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങിൻ്റെ നയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഹൈ ടാക്സസ്, ഉയർന്ന ടാക്സ് കൊണ്ടുവന്നു. പ്രൈവറ്റ് സെക്ടറുകളുടെ മുകളിൽ നല്ല നിയന്ത്രണം കൊണ്ടുവന്നു. കാരണം പബ്ലിക് സെക്ടറിനാണ് അവിടെ പ്രാധാന്യം വന്നത്. ഇതെല്ലാം തന്നെ കോർപ്പറേറ്റ് മാൽ പ്രാക്ടീസസിന്, കോർപ്പറേറ്റ് അഴിമതികൾക്ക് കാരണമാവുകയാണ് ചെയ്തത്. ദിസ് ലെഡ് ടു ഇനാക്ട്മെൻറ്റ് ഓഫ് ലെജിസ്ലേഷൻ റിഗാർഡിംഗ് കോർപ്പറേറ്റ് ഗവേണൻസ്, ലേബർ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പം ഈ കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ തന്നെ ലേബർ ഇഷ്യൂസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള നിയമനിർമ്മാണത്തിലേക്ക് ഇത് നയിക്കുകയുണ്ടായി. നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെടുകയുണ്ടായി.
സ്റ്റിൽ ദ PSUs were not very successful. ഇപ്പോഴും പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ അത്രത്തോളം സക്സസ്ഫുൾ അല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. Therefore, there was a natural shift of expectation from the public to the private sector and their active involvement in the socio-economic growth. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടായി. എവിടെ നിന്ന്? പബ്ലിക് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള ഒരു പ്രതീക്ഷയുടെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അങ്ങോട്ടേക്ക് സ്വാഭാവികമായിട്ടും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ദെയർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ സോഷ്യോ എക്കണോമിക് ഗ്രോത്ത്. അവർ പ്രൈവറ്റ് സെക്ടറുകൾ പിന്നീട് സോഷ്യോ എക്കണോമിക് ഗ്രോത്തിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്തു. In 1965, the academicians, politicians and businessmen set up a national workshop on CSR. 1965 അക്കാഡമീഷ്യൻസും പൊളിറ്റീഷ്യൻസ് ബിസിനസ്മാനൊക്കെ ചേർന്നുകൊണ്ട് ഒരു CSR-മേലുള്ള ഒരു നാഷണൽ വർക്ക്ഷോപ്പ് നടത്തേണ്ടായി. വേർ ഗ്രേറ്റ് സ്ട്രെസ് വാസ് ലൈഡ് ഓൺ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പറൻസി. അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത എന്തിനായിരുന്നു? സോഷ്യൽ അക്കൗണ്ടബിലിറ്റി മീൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കും ട്രാൻസ്പറൻസി അതിൻ്റെ സുതാര്യതയ്ക്കൊക്കെ ആയിരുന്നു. ഇൻ ദ ഫോർത്ത് ഫേസ് ഫ്രം 1980 ഓൺവേർഡ്സ് 1950 തൊട്ട് മുതൽക്കാണ് ഫോർത്ത് ഫേസ് നമ്മൾ പറയുന്നത്. ആ ഫോർത്ത് ഫേസിൽ ഇന്ത്യൻ കമ്പനീസ് ഇൻ്റഗ്രേറ്റഡ് CSR ഇൻറ്റു എ സസ്റ്റൈനബിൾ ബിസിനസ് സ്ട്രാറ്റജി. നമുക്ക് വഹിക്കാവുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് CSR-നെ ഇന്ത്യൻ കമ്പനികൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അവരവരുടെ ബിസിനസ് സ്ട്രാറ്റജിയുടെ കൂടെ അത് ചേർക്കുകയുണ്ടായി. അവർ സ്ഥിരമായിട്ട് അത് ഏറ്റെടുക്കുകയുണ്ടായി 1950 ശേഷം. വിത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇക്കണോമിക് ലിബറലൈസേഷൻ ഇൻ 1990s 1990-കളിലുണ്ടായ ഗ്ലോബലൈസേഷൻ അതുപോലെ തന്നെ സാമ്പത്തിക ഉദാരവൽക്കരണം എക്കണോമിക് ലിബറലൈസേഷനോടൊക്കെ കൂടി ആൻഡ് പാർഷ്യൽ വിത്ഡ്രോവൽ ഓഫ് കൺട്രോൾ ആൻഡ് ലൈസൻസിങ് സിസ്റ്റം. ഈ ലൈസൻസിങ് സിസ്റ്റം അതുപോലെ തന്നെ കൺട്രോളുകൾ പ്രൈവറ്റ് സെക്ടറിലുള്ള കൺട്രോളൊക്കെ പിൻവലിക്കലോടുകൂടി അതിൻ്റെ ഭാഗികമായിട്ടുള്ള വിത്ഡ്രോവലൊക്കെ നടക്കുകയുണ്ടായി. ദർ വാസ് എ ബൂം ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ അത് നല്ലൊരു വളർച്ച ഉണ്ടാക്കുകയാണ് ചെയ്തത്. ദിസ് ലെഡ് ടു ദ ഇൻക്രീസ്ഡ് മൊമെൻറ്റം ഇൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. നമ്മുടെ വ്യാവസായിക വളർച്ചയിൽ നല്ല വേഗതയാണ് ഇത് ഉണ്ടാക്കിയത്. മേക്കിംഗ് ഇറ്റ് പോസിബിൾ ഫോർ ദ കമ്പനീസ് ടു കോൺട്രിബ്യൂട്ട് മോർ ടുവേർഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുവഴി കമ്പനികൾക്ക് നമ്മുടെ അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്തത്. വാട്ട് സ്റ്റാർട്ടഡ് ആസ് ചാരിറ്റി ഈസ് നൗ അണ്ടർസ്റ്റുഡ് ആൻഡ് ആക്സെപ്റ്റഡ് ആസ് റെസ്പോൺസിബിലിറ്റി. എന്താണോ ചാരിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അത് ഇന്ന് മനസ്സിലാക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും എന്തായിട്ടാണ്? റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ്. ഒരു കാലത്ത് വെറുതെ ഒരു ചാരിറ്റി എന്നുള്ളത് തുടങ്ങിയ സംഭവമാണ്. ഇന്ന് അത് ഒരു ഉത്തരവാദിത്തമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നതും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അത് അംഗീകരിച്ചിട്ടുള്ളതും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും. എല്ലാവരും ഉത്തരവാദിത്വബോധത്തോടു കൂടി തന്നെ ഇപ്പം ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു CSR ആക്ടിവിറ്റീസിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് ഒരു ചരിത്രമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.